പുള്ളി പല വാക്കുകളും സ്റ്റൈലാക്കിയിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പം കർണാടക എന്ന് പുള്ളി വെറുതെ പറയില്ല, കർണാടക ഇങ്ങനെ പറയുള്ളൂ. പുവർ എന്ന് പറഞ്ഞാൽ എന്തോ കുറച്ചിലാണെന്ന് വിചാരിച്ചിട്ട് പുള്ളി പ്യുവർ എന്ന് പറയും. ഇത് ഓക്സ്ഫോർഡ് ആക്സെൻ്റാണ് പുള്ളി വീശാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒരു വാക്ക് പുള്ളി ഓക്സ്ഫോർഡിൽ പറഞ്ഞാൽ അടുത്തത് പുള്ളി വെഞ്ഞാറമൂട് ആക്സെൻറ്റിലേക്ക് പോകും. റഹീമിന് വല്ല ബസ്സിന് കല്ലെറിയാനോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പിക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിച്ച പ്രൊഫസറെ കരാമോ ചെയ്യാനോ മൂത്രമൊഴിക്കാൻ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കാനോ ഒക്കെ പറ്റുള്ളൂ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ രാജ്യസഭാംഗം ശ്രീ AR റഹീം. കർണാടകത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ സങ്കടം പങ്കിടാൻ അതിനെക്കുറിച്ച് കേരളീയരെ ബോധ്യപ്പെടുത്താനും വേണ്ടി നടത്തിയ സാഹസികമായിട്ടുള്ള ശ്രമമായിരുന്നു. ഇത് കാണാനുള്ള ശക്തി തൽക്കാലം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പോട്ടെ. ഹലോ മിസ്റ്റർ, അങ്ങനെ അങ്ങ് പോയാലോ? സാഹസികം എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ പോലീസോ നാട്ടുകാരോ അല്ലെങ്കിൽ കർണാടകത്തിലെ റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ ഗുണ്ടകളോ അദ്ദേഹത്തെ തടഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്കറിയാം, മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം വികാരാധീനനായി ഇംഗ്ലീഷ് ഭാഷയിൽ ചില കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഇത് കേട്ട ആളുകൾക്ക് ബോധ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല, മലയാളക്കരയിൽ വളരെയധികം ആളുകളെ ചിരിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. ഏതായാലും ഈ ആണ്ടർതി കാലത്ത് നമ്മൾ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏതെങ്കിലും സന്തോഷമാണ്. നിനക്ക് എന്റെ പോക കണ്ടേ മതിയാവൂലേ? But government of Karnataka officer said this is purely belongs to government property. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. It's a GBA property. That's why we have did the demolition. Come on, man. So, can you the government of Karnataka ഇയാളത് ഏത് ഭാഷയെ പറയുന്നത്? തെരിയതാ ഇംഗ്ലീഷ്. make a audit in Karnataka city regarding the this ഇതെന്ത് ഭാഷ? കച്ചറ. how many of them? So the government. ജലന്ധർ നീ വായിച്ചാണോ? എന്താ ജലന്ധറിന്റെ സ്പെല്ലിംഗ്? Q R S T ജലന്ധർ. അപ്പം ഇങ്ങനെ ഒരു സംഗതിയാണ് യലഹങ്കയിൽ നടന്നത്. ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. നമ്മുടെ നാട്ടിലും അതിന് വലിയ പ്രാധാന്യം കിട്ടി. ഇതിൽ വേറൊരു പ്രത്യേകതയോടുകൂടി ഈ കുടിയിറക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമാക്കപ്പെട്ട ആളുകൾ അധികം പേരും ന്യൂനപക്ഷ സമുദായക്കാരാണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അതിൻ്റെ എരിവും പുളിയും അല്പം കൂടുതലായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞു, ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി. കോൺഗ്രസിന് വലിയ മേൽക്കൈ കിട്ടിയിരിക്കുകയാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അധികവും കോൺഗ്രസിനെ UDF-നെയാണ് പിന്തുണച്ചത് എന്നെല്ലാവർക്കും അറിയാം. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ കലങ്കയ വെള്ളത്തിൽ മീൻ പിടിക്കാം എന്ന് വിചാരിച്ചാണ് നമ്മുടെ പാവ റഹീം അവിടെ പോയത്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ആണോ വെളിച്ചപ്പാട്? അതെ വെളിച്ചപ്പാട് മുങ്ങി. ഈ റഹീമിനെ അയച്ചതാണ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇദ്ദേഹം മുസ്ലിം സമുദായാംഗമാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ പുള്ളി അയച്ചത്. പിന്നെ പാർലമെന്റിൽ ഒരു ഗർജിക്കുന്ന സിംഹമാണ്. പക്ഷേ അതേ ഗർജിക്കുമ്പോൾ ഒരു കുഴപ്പം, ഇംഗ്ലീഷ് ഭാഷയുടെ ഗ്രാമറും പുള്ളി തമ്മിൽ ഒരു വിധത്തിൽ പൊരുത്തപ്പെടുകയില്ല. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമറിനോട് വിപ്ലവം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് റഹീം. റഹീമിൻ്റെ പാർലമെൻറ്റ് പ്രസംഗങ്ങളൊക്കെ വിഖ്യാതമാണ്. ഇന്ത്യ ഈസ് എ ലാർജ് കൺട്രി, ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി, സാർ വാട്ട് കേരള തിങ്സ് ടുഡേ, ഇന്ത്യ തിങ്സ് ടുമാറോ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രീതി. അപ്പോൾ ഇതൊക്കെ 7ാം ക്ലാസ്സിലെ കുട്ടികൾ കോമ്പോസിഷൻ എഴുതുന്ന പോലെ കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ, ഇറ്റ് ഹാസ് 4 legs, ഇറ്റ് ഹാസ് എ ലോങ് ടൈൽ എന്നൊക്കെ പറയുന്ന പോലെയാണ് റഹീമിൻ്റെ ഇംഗ്ലീഷ്. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ. അങ്ങനെ മോശക്കാരനായ റഹീമിനെ തന്നെ എന്തുകൊണ്ടാണ് ബാംഗ്ലൂർക്ക് വിട്ടതെന്ന് നമുക്കറിയില്ല. ഇനി അദ്ദേഹം അവിടെ പോയി പരിഹാസ്യരാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ. പുള്ളി അവിടെ പോയി പുള്ളിയുടെ തനത് ശൈലിയിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ച് കേട്ടവർക്ക് ഒരു കാര്യം മനസ്സിലാവും, പുള്ളി പല വാക്കുകളും സ്റ്റൈലാക്കിയിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. കർണാടക എന്ന് പുള്ളി വെറുതെ പറയില്ല, കർണാടക ഇങ്ങനെ പറയുള്ളൂ. So what is the rational explanation of the state government of Karnataka? So there is no justification. So this is same. This bulldozer Raj is the reputation of the UP and other BJP-led government. What is the difference between the BJP government and the Congress-led government? പുവർ എന്ന് പറഞ്ഞാൽ എന്തോ കുറച്ചിലാണെന്ന് വിചാരിച്ചിട്ട് പുള്ളി പ്യുവർ എന്ന് പറയാം. So because why did the here? Why only the pure? Why only the pure? Why only the pure? So ഇത് ഓക്സ്ഫോർഡ് ആക്സെൻ്റാണ് പുള്ളി വീശാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒരു വാക്ക് പുള്ളി ഓക്സ്ഫോർഡിൽ പറഞ്ഞാൽ അടുത്തത് പുള്ളി വെഞ്ഞാറമൂട് ആക്സെൻറ്റിലേക്ക് പോകും. അപ്പോൾ ഓക്സ്ഫോർഡും വെഞ്ഞാറമൂടും തമ്മിലുള്ള ഒരു ഫുട്ബോൾ മത്സരമാണ് പുള്ളിയുടെ ഓരോ സ്പീച്ചിലും നടക്കുന്നത്.
What is the difference between the BJP government and the Congress-led government? സമീപകാലത്ത് പുള്ളി രാജ്യസഭയിൽ പ്രസംഗിക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ചില വാക്കുകൾ പുള്ളി സ്റ്റൈലൈസ് ചെയ്തു. അങ്ങനെ പറയുന്നു. ഇതൊക്കെ ഒരു കൗമാര ചാബല്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാം. പക്ഷേ പുള്ളിയുടെ ഈ സ്പീച്ച് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മലയാളക്കരയിൽ കടുത്ത മാർസിസ്റ്റുകാരടക്കം എല്ലാവരെയും ചിരിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെയും പുള്ളി എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാഹസങ്ങൾക്ക് തിരഞ്ഞെടുത്ത് അയക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകാത്ത ഒരു സമസ്യ. ഇദ്ദേഹം മാത്രമല്ല, മിക്കവാറും എല്ലാ യുവജന നേതാക്കന്മാരും ഇതുപോലൊക്കെ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ നേതാവും ഈ അഖില ലോക വിപ്ലവ യുവജന സംഘടനയുടെ ഇതിന് മുമ്പത്തെ പ്രസിഡന്റുമായിരുന്ന മുഹമ്മദ് റിയാസ് സുപ്രീം കോടതിയിൽ റിട്ടയർ ചെയ്ത ജഡ്ജി മാർക്കണ്ടേയ കഡ്ജുവുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും റിയാസ് സഖാവിൻ്റെ ആംഗല ഭാഷാ പാരംഗതത്വം. പുനെ ഇൻഫോസിസ് ക്യാമ്പിൽ വെച്ച് മലയാളി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ രസില കൊല്ലപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഇമെയിൽ സന്ദേശം അയക്കാനായിരുന്നു പരിപാടി. അത് നമ്മുടെ ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവിനെ കൊണ്ട് തന്നെ അയപ്പിച്ചാൽ ഒരു ഗരിമ കിട്ടുമല്ലോ എന്ന് കരുതിയാണ് അത്രയിടം വരെ ചെന്നത്. പക്ഷേ സംഗതി അലമ്പായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. റിയാസും കൂടെയുള്ള സഖാക്കളും തയ്യാറാക്കി കൊണ്ടുവന്ന മെയിൽ സന്ദേശം കണ്ട് ജസ്റ്റിസ് കഡ്ജുവിന്റെ കണ്ണുതള്ളി. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. പിന്നെയുള്ള 1 മണിക്കൂർ കഡ്ജുവിന്റെ പണി ഡിവൈഎഫ്ഐക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കലായിരുന്നു. അതേതായാലും റിയാസിനും സംഘത്തിനും വലിയ തലവേദനയാണ്. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗോൾഡ് ഗോൾഡ് എന്ന് കേട്ടോ. ഇപ്പൊ കാണിച്ചില്ല. താനധികം സംസാരിക്കണ്ട, അത് എനിക്ക് അപകടം ചെയ്യും. ശരിയാണ്, വളരെ സത്യമാണ്. എന്റെ നാവുപഴ കുഴപ്പമാണെന്നേ. CBI. I appeal to your government. ഇവിടെ കൊണ്ടു. അയ്യോ, ഇത് ഇംഗ്ലീഷിലാണല്ലോ. എന്നാ ഞാൻ വായിക്കാം. അയ്യോ, ഇത് ഇംഗ്ലീഷിലാണല്ലോ. Investigate. No, to appeal kya? I appeal to your government to get this heinous crime investigated through CBI. എല്ലാം നോട്ട് ചെയ്തോ? Yes sir. Get this heinous HEINOUS നോട്ട് ഇറ്റ്. investigated by CBI. Please read it aloud slowly. I appeal to your government to get heinous investigated. Get this heinous. Get this THIS. ഇതാകെ കുഴഞ്ഞു മറിയുന്ന ലക്ഷണമാ. No. This is to the Prime Minister. Yes. You say to the Honorable Prime Minister. HON_BLE. ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ അണ്ടവാ. Inside Infosys company compound. Inside the company. She was working. Company premises. Yes, sir. So right inside Infosys company premises, atrocities against women are not taking place. They're increasing. You did it taking place? You did it LY. B should be capital. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യിക്കാൻ പോയ സഖാക്കൾക്ക് അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റി. ജസ്റ്റിസ് കഡ്ജുവിന് ഡിവൈഎഫ്ഐ എന്ന പുതിയൊരു സംഘടനയെക്കുറിച്ച് അറിയാനും പറ്റി. ഇതിലെ തമാശ എന്ന് വെച്ചാൽ ഇവരൊക്കെ MA-കാരുമാണ്, നിയമബിരുദധാരികളുമാണ്, പേരിൻ്റെ കൂടെ അഡ്വക്കേറ്റ് എന്ന് വെക്കുന്നവരുമാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, അഡ്വക്കേറ്റ് AR റഹീം എന്നൊക്കെ വെച്ചാണ് വോട്ട് ചോദിക്കുക. ഇവരുടെ ഇംഗ്ലീഷാണ് ഈ പറയുന്നത്. ഇവർ കോടതിയിൽ പോയിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും. കോടതിയിലെ ഇംഗ്ലീഷ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നുള്ളൂ. വക്കീൽ ഭാഗം പഠിച്ചിട്ട് നീ എന്താ കോടതി പോകാത്തെ? കോടതി പോകാൻ വേണ്ടിയല്ല ഞാൻ വക്കീലായത്. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ ഇപ്പൊ എല്ലാരും LLB എടുക്കണ്ടല്ലോ. സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് പറ്റിയ മാർഗം. പിന്നെ മലയാളികൾക്ക് പൊതുവെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ചില പരിമിതികളുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ നിലവാരം വളരെ മോശമായി. നമ്മുടെ ബിന്ദുവിനെ പോലുള്ള ആളുകളാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. വേറെവർ ഐ ഗോ, I take my house in my head. എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. പിന്നെ ചിന്താ ജെറോമിനെ പോലുള്ളവർക്കാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കൊടുക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ റഹീം ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്ന് നമുക്ക് സമാധാനിക്കാം. പണ്ട് EK നായനാർ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോഴാണ് സായിപ്പന്മാർ ഇന്ത്യ വിട്ടു പോയത് എന്ന് സീതി ഹാജി തമാശ പറഞ്ഞിട്ട്, സീതി ഹാജി തമാശയായിട്ട് പറഞ്ഞാണ് എങ്കിൽ പോലും. പക്ഷേ റഹീം ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോഴാണെങ്കിൽ സായിപ്പന്മാർ അറബിക്കടലിൽ ചാടി മരിച്ചാൽ യാതൊരു സംശയമില്ല. റഹീം എത്ര ശ്രമിച്ചാലും ശശി തരൂർ ആവില്ലല്ലോ. ശശി തരൂർ എത്ര ശ്രമിച്ചാലും റഹീമിൻ്റെ നിലവാരത്തിലെത്താൻ പറ്റുകയില്ല. ഓരോരുത്തരും അവരെ കൊണ്ട് ചെയ്യാവുന്ന ജോലികൾ ചെയ്യണം. അപ്പോൾ ആ പ്രശ്നം തീർന്നു. അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്, അറിയോ? റഹീമിന് വല്ല ബസ്സിന് കല്ലെറിയാനോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പിക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിച്ച പ്രൊഫസറെ കയറാമോ ചെയ്യാനോ മൂത്രമൊഴിക്കാൻ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കാനോ ഒക്കെ പറ്റുള്ളൂ. അത് മനസ്സിലാക്കാതെ ഇദ്ദേഹത്തെ ഈ ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് പറഞ്ഞ
രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്ത് വിട്ടതാണ് ഏറ്റവും വലിയ തെറ്റ്. അദ്ദേഹത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലേക്കോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിലേക്കോ നിയോഗിച്ചാൽ തെറ്റില്ല. അതിനൊക്കെ പുള്ളി പറ്റിയ ആളാണ്. ചീത്ത വിളിക്കാനും തന്നേക്ക് പറയാനും മുണ്ടുപോക്കി കാണിക്കാനും ഒക്കെ റഹീം മതി. ഇനി കേരള നിയമസഭയിലേക്കാണെങ്കിലും അദ്ദേഹം നല്ലൊരു വാഗ്ദാനമായിരിക്കും. പക്ഷേ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ആൾക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. എൻ്റെ ഭാഷാപരമായ പരിമിതിയെ, ഇംഗ്ലീഷിലെ പരിമിതിയെ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് എനിക്ക് ഒരു വിരോധമില്ല. ഞാനത് മെച്ചപ്പെടുത്താൻ ഇനിയും ശ്രമിക്കും എന്നാണ് എനിക്ക് അവർക്കുൾപ്പെടെ കൊടുക്കാനുള്ള ഉറപ്പ്. വന്ന കടുത്ത ട്രോളുകളെ പൂർണ്ണമായും ഞാനതിന് ഒരു വിരോധമില്ല. തീർച്ചയായും ഈ കല്ലേറുകൾ എൻ്റെ ഭാഷയെ മെച്ചപ്പെടുത്താൻ എന്നെ കൂടുതൽ വ്യക്തിപരമായി പ്രാപ്തനാക്കും. അത് എന്നെ കൂടുതൽ നവീകരിക്കാനും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാനും പ്രാപ്തനാക്കും. അതിന് അവരോടും എനിക്ക് നന്ദിയുണ്ട്.